ഉയിര് പോകാതിരുന്നത് ഭാഗ്യം. ഇതാണ് 2 ദിവസമായി സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ്. തന്നെ ഇല്ലാതാക്കാൻ കണ്ണൂർ നടാലിലെ വീട്ടിൽ ആരോ കുഴിച്ചിട്ട കൂടോത്രം 1.5 വർഷം മുമ്പ് കണ്ടതിൻ്റെ ഞെട്ടലിൽ നിന്ന് കുമ്പക്കുടി സുധാകരൻ ഇനിയും പൂർണ്ണമായി മുക്തനായിട്ടില്ല. പണ്ട് എതിരാളികളുടെ ബോംബേറും വടിവാൾ പ്രയോഗവുമൊക്കെ കൂസാതെ കട്ടയ്ക്ക് നിന്ന് പയറ്റിയ ആളാണ് കുമ്പക്കുടി. അതിലാർക്കും ഒരു സംശയവുമില്ല. എന്നാൽ ഇപ്പോൾ ഉടലിനത്ര സുഖം പോരാ. കുറേ നാളായിട്ടുണ്ട്. നാക്കുപിഴകളും ഏറുന്നു. KPCC പ്രസിഡന്റിൻ്റെ കസേരയ്ക്കും ഇളക്കം തട്ടുമോ എന്ന ഭീതി വേറെ. ഈ വേവലാതിയൊക്കെ മണത്തറിഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആ സംശയം പ്രകടിപ്പിച്ചത്. വീട്ടുവളപ്പിൽ ആരെങ്കിലും കൂടോത്രം കുഴിച്ചിട്ടുണ്ടാവുമെന്ന് ഉണ്ണിത്താൻ കടുപ്പിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കിക്കളയാമെന്നായി. പറഞ്ഞ ദിവസം മന്ത്രവാദിയുമായി ഉണ്ണിത്താൻ ഹാജർ. മന്ത്രവാദി പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചു നോക്കി. അതാ കൂടോത്രം. ആദ്യം തകിടിലുള്ള വീടിൻ്റെ രൂപം, പിന്നെ കാലിൻ്റെ രൂപം. കുറച്ച് നാളായി കാലിന് വിലക്കുറവുണ്ട്. വീണ്ടും കുഴിച്ചു. അതാ വരുന്നു തലയുടെ രൂപം. തലയ്ക്ക് ഭാരം കൂടുന്നത് പോലെ തോന്നാറുള്ളതും വെറുതെ അല്ലെന്ന് സുധാകരൻ പറഞ്ഞു. തനിക്ക് കൂടോത്രത്തിൽ വലിയ വിശ്വാസമാണെന്നും തൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കൂടോത്രം കണ്ടെത്തിയെന്നുമാണ് ഉണ്ണിത്താൻ്റെ സാക്ഷ്യപ്പെടുത്തൽ. ആ സാക്ഷ്യപ്പെടുത്തലും പുറത്തു വന്ന വീഡിയോയിൽ കാണാം. ഉണ്ണിത്താൻ പറഞ്ഞിടത്തൊക്കെ പിന്നീട് കുഴിച്ചു നോക്കി. തിരുവനന്തപുരത്ത് KPCC ഓഫീസിൽ പ്രസിഡന്റിൻ്റെ ഇരിപ്പിടത്തിന് താഴെയും, പേട്ടയിലെ വീടിൻ്റെ അടുക്കള ഭാഗത്ത്, ഡൽഹിയിലെ ഫ്ലാറ്റിൽ ഒക്കെ കുഴിച്ചു നോക്കിയപ്പോൾ തകിടുകൾ ഒന്നൊന്നായി പുറത്തു വന്നു. കണ്ണൂരിലെ വീട്ടിൽ മാത്രമായിരുന്നു കൂടോത്രമെങ്കിൽ സഖാക്കളെ സംശയിക്കാമായിരുന്നു. അവർക്ക് കടക്കാനാകാത്ത സ്ഥലങ്ങളിലും കണ്ടതുകൊണ്ട് ഇനി അവരെ സംശയിക്കുന്നത് എങ്ങനെ? കോൺഗ്രസ്സുകാരുടെ പണിയാണ്. അവർക്ക് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്നിടത്ത് മറ്റാരെയും സംശയിക്കേണ്ട. കോൺഗ്രസ്സുകാർ തന്നെ. എന്നാൽ ഇതിലൂടെ ഒന്നും തന്നെ അപായപ്പെടുത്താൻ കഴിയില്ലെന്ന് കുമ്പക്കുടി ആണയിട്ട് പറയുന്നു. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്നും കോൺഗ്രസിലെ 2 MP ഇത് പ്രചരിപ്പിക്കുന്നത് പാർട്ടിക്ക് നാണക്കേടാണെന്നും ചില നേതാക്കൾ പരിഹസിക്കുകയും ചെയ്യുന്നു. ഒരറ്റത്ത് അവർക്ക് പരിഹസിക്കാം, ചിരിക്കാം. അനുഭവിക്കുന്നത് തങ്ങളല്ലേ. അമ്മായിയമ്മയ്ക്ക് പ്രാണവേദന, മരുമകൾക്ക് വീണവായന എന്ന് പറയുന്നത് പോലെയാണ്. കഥ തീർന്നില്ല. ആദർശധീരൻ എന്ന് പേര് കേട്ട മുൻ KPCC പ്രസിഡന്റ് VM സുധീറിൻ്റെ തിരുവനന്തപുരം ഗൗരീശപട്ടത്തെ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെടുത്തത് 8 തവണയാണെന്നുള്ള വിവരവും പുറത്തു വരുന്നു. അവിടെയും കൂടോത്രം കണ്ടെടുക്കാൻ കാരണക്കാരനായതും സാക്ഷിയായതും അതേ ഉണ്ണിത്താൻ. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് ആരും സംശയിച്ചില്ല. അവരെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല.